ഇന്നൊരു മിനി ഹോസ്പിറ്റൽ വ്ളോഗാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് ആരംഭിൻ്റെ കാലം ഒരു നീര് വന്നിട്ട് അതങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല. എന്താ റീസൺ എന്ന് അറിയത്തില്ല. 3-4 ഹോസ്പിറ്റലായിട്ട് ഇത്രയും ദിവസത്തെ മാറ്റി കാണിച്ചു തന്നിട്ട് ഒന്നും ഒരു കുറവുമില്ല. ഇന്നലെ ആയപ്പോഴത്തേക്ക് ആ കാലുകൊണ്ട് ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾ ഉന്തിയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വേറെ ഹോസ്പിറ്റലിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര്, ഞാനും ഉണ്ണിക്കുട്ടനും ആരോമലും സുരേഷും, 3 ഞങ്ങൾ 4 പേരും കൂടി ആയിട്ടോ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡോക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇത് ഫ്രൈഡേ വൈകുന്നേരമാണ് കേട്ടോ. അന്നത്തെ ദിവസം നമുക്ക് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൈവ് പോയ സമയത്ത് 2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു 2 ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റീസൺ അതായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്നൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഇപ്പോൾ ക്യാൻറ്റീൻ തപ്പി ഇറങ്ങി. ആരോമന് കോഫി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് നടക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീൻ തപ്പി ഇറങ്ങി. അപ്പോഴത്തേക്ക് നേരെ തന്നെ ടീ കോഫി സ്നാക്സ് എന്ന് എഴുതി വെച്ചേക്കുന്നത് നേരെ ക്യാൻറ്റീനിലേക്ക് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് കട്ട്ലറ്റ് സമൂസ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കോഫി ഒന്നും കുടിക്കാൻ, ഒന്നാമത്തെ കാര്യം ഞാൻ കോഫി കുടിക്കാറില്ല. പിന്നെ നമുക്കല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ കോഫിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറില്ല. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഈ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ കിട്ടുന്ന കോഫിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. അതിന് മണമൊക്കെ കേമ്പി കുടിക്കാൻ തോന്നുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ വരുമ്പോൾ കഴിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ കോഫിനോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കരിക്കും വെള്ളത്തിന് പറഞ്ഞു കേട്ടോ. അവിടെ ബോട്ടിൽ ഇതുപോലെ ഇളനീരെന്നും പറഞ്ഞിട്ടൊരു കുപ്പിയിലുണ്ടായിരുന്നു. അങ്ങനെ അത് പറഞ്ഞായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് മേടിച്ചു. ആരോമനും സുരേഷിനും ഉണ്ണിക്കുട്ടനും വേണ്ടിയിട്ട് അവർ കോഫിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ കട്ട്ലറ്റും മേടിച്ചു. അങ്ങനെ നട ഇതാണ് കേട്ടോ ഇളനീര്. അപ്പോൾ ഞാൻ ഇതിന് യഥാർത്ഥ ടേസ്റ്റ് തന്നെ ആയിരിക്കും, നമ്മുടെ കരിക്കും വെള്ളത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വെക്കൊണ്ട് അങ്ങനെ കുടിച്ച് നോക്കി കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ യഥാർത്ഥ കരിക്കും വെള്ളമായിട്ട് യാതൊരുവിധ ബന്ധവും എനിക്ക് തോന്നില്ല. കാരണം ഇത് കുടിച്ചപ്പോഴത്തേക്കും ഒരു സോഡേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത്. കരിക്കും വെള്ളത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, പിന്നെ സോഡയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ഒരു ബോട്ടിൽ. ഈ ഒരു ബോട്ടിൽ എന്താ 50 രൂപ എന്തായിരുന്നു കേട്ടോ. അതിനുശേഷം താണ്ട് നമ്മളെല്ലാം മേടിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ നടന്നു പോവാണ്. നടന്നു പോകുന്ന സമയത്ത് സത്യം പറയാലോ, ഇത് പറന്നു പോകണത് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയത്തില്ല. കോഫി അടച്ച് വെച്ചിരുന്ന ടിഷ്യൂ പേപ്പർ പറന്നു വിട്ടുണ്ടായിരുന്നേ. കറക്റ്റായിട്ട് അത് ക്യാപ്ചർ ചെയ്ത് എടുക്കാനും പറ്റി. അങ്ങനെ നേരെ കോഫിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിന് പിന്നെ അവർക്ക് കോഫി കൊണ്ട് കൊടുത്ത് പറന്നു പോയ പേപ്പർ ഞാൻ പിന്നെ കോഫി കൊണ്ട് കൊടുത്തിട്ട് അതെല്ലാം നുള്ളിപ്പറക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എൻ്റെ ആരമ്പിലൂടെ കാലും നീട്ടി ഇരുന്ന് റെസ്റ്റ് എടുക്കണം. അവനുള്ള കോഫി അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ കോഫി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഡോക്ടർ വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ തന്നെ അവനകത്തേക്ക് കയറ്റി. അങ്ങനെ അവർ 3 പേരും കൂടി ആയിരുന്നു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവരുടെ കോഫിക്ക് കാവലായിട്ട് പുറത്ത് ഇരിപ്പുണ്ടായിരുന്നേ. കുറച്ച് നേരത്തേക്ക് ഇറങ്ങി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. 1 അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു. ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ ഒന്ന് വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കുക എന്തെങ്കിലും ചെയ്തു. അങ്ങനെ എന്തോ പറ്റിയതാണ്, അല്ലാതെ വേറൊരു പ്രശ്നം ബ്ലഡിൽ കാണുന്നില്ല. അങ്ങനെ പിന്നെ ടാബ്ലറ്റ് കഴിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ മാറി കേട്ടോ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഒരു പോക്കർ ഷവർമ കഴിച്ചു. പിന്നെ കോഫി മേടിച്ചിട്ടുണ്ട്. എനിക്കല്ല, ഉണ്ണിക്കുട്ടൻ മേടിച്ച കോഫിയാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവനെന്തോ അതിൻ്റെ തലേ ദിവസം ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിറ്റ് എടുത്തില്ലെന്ന് എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സേഫായിട്ട്